ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. കറി പുട്ടിനും ചപ്പാത്തിക്കും ദോശക്കും മാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തലേന്ന് തന്നെ കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ ഉള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതാ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടാണ് ഞാനൊരു 5-6 എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2-3 മാത്രം മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 6ാമത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം പ്രഷറെല്ലാം പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്ന് നോക്കാം. 6ാമത്തെ വിസിൽ വരുന്നതിന് തൊട്ട് മുന്നേ നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 5-6 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളി അല്ലിയും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ചെറുപയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നൊരു തവി വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ചെറിയ രീതിയിലൊന്ന് ഉടച്ചെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കറിക്ക് ഒന്നും കൂടി ഒരു തിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതാ ഞാനിവിടെ ചെറിയ രീതിയിലൊന്ന് ഉടച്ച് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകും കൂടെ ഒന്ന് പൊട്ടി വന്നാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ചെറുതാക്കിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതിനുശേഷം അതിലേക്കൊരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കറിവേപ്പിലയും ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അധികം ലൂസാവാത്ത രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഉള്ളിയും മുളകും എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പിയാണിത്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കാം.
അപ്പോൾ ഇതാ ചെറുപയർ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറി ദോശക്കും പുട്ടിനും ചപ്പാത്തിക്കും മാത്രമല്ല ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്